ഹായ്. അപ്പൊ നല്ല വൈകുന്നേരത്തെ ഒരു ചായക്ക് കടിയായാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫ്രൈഡ് ചിക്കൻ മോമോസ് ആട്ടോ റെഡിയാക്കുന്നത്. ചിക്കൻ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. അത് വേവിച്ചെടുക്കണം. അപ്പൊ വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ വേവിച്ച ആ ഒരു പാനിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. മസാലക്ക് വേണ്ടിയിട്ട് ചെറുതായി അരിഞ്ഞ സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വഴറ്റിയതിന് ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കന് ഒന്ന് വേവിച്ച് വെച്ചതാട്ടോ. അപ്പൊ വേവിച്ച് ആ ചിക്കൻ ഒന്ന് ചെറുതായിട്ടായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ആ ഒരു കട്ട് ചെയ്ത ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പൊ കുരുമുളക് പൊടി മാത്രം കേട്ടോ. ഒരു മസാലപ്പൊടി ആയിട്ട് ഇടുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിന്റെ ഒരു ഫ്ലേവറിലാട്ടോ ഒരു മസാല റെഡിയാക്കുന്നത്. മോമോസിന്റെ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. അത് ചെറിയ ഉരുളകളാക്കി ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഫില്ലിംഗ് ആയിട്ട് ആ ഒരു മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ മോമോസിന്റെ ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. റെഡിയാക്കിയതിന് ശേഷം ആവിയിലാട്ടോ വേവിച്ചെടുക്കുന്നത്. ആവിയിൽ വേവിച്ചതിന് ശേഷം അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഫില്ലിങ് ഇട്ട് കൊടുത്ത് അത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു മോമോസിന്റെ സൈസ് കുറച്ച് വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ ചെറിയ സൈസാണ്. കാണാനൊരു രസവും ഒരു ടേസ്റ്റും ഉണ്ടാവാൻ ഒരു ചെറിയ സൈസാട്ടോ. അപ്പൊ ഇത് ആവിയിൽ വേവിച്ചത് മാത്രമായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അത് മയോണൈസ് അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഇത് ഫ്രൈ ചെയ്തിട്ടാട്ടോ എടുത്തത്. അപ്പൊ ഫ്രൈ ചെയ്തതും അടിപൊളിയാണ്. അതിന്റെ കൂടെ ഡിപ്പായിട്ട് മയോണൈസ് ആട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. വൈകുന്നേരം ചായക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ നല്ല അടിപൊളിയാണ്. ഒരു മോമോസിന്റെ ഒരു ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു അറിയുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഫില്ലിംഗ് ഒക്കെ അടിപൊളിയാട്ടോ. ഒരു കുരുമുളകിന്റെ എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.